BSc നഴ്സിംഗ് ജോലി ഉപേക്ഷിച്ചാണ് സിസ്റ്റർ ഷിനി സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത്. സന്യാസത്തിനും സന്യാസിനികൾക്കുമെതിരെ അപവാദങ്ങളും കുപ്രചരണങ്ങളും വ്യാപകമായി പ്രചരിക്കുമ്പോഴും അതിനെയെല്ലാം അതിജീവിക്കുന്ന വിശ്വാസ തീക്ഷ്ണതയോടെയാണ് യുവത്വം സന്യാസ ജീവിതത്തിലേക്ക് കടന്നുവരുന്നത്. തനിക്ക് ലഭിക്കാമായിരുന്ന വിദേശ ജോലി സാധ്യതകൾ വരെയാണ് സിസ്റ്റർ ഷിനി ക്രിസ്തുവിനെ പ്രതി ഉപേക്ഷിച്ച് സന്യാസ ജീവിതം തെരഞ്ഞെടുത്തത്. ബാംഗ്ലൂരിൽ നിന്ന് നഴ്സിംഗ് പഠനം പൂർത്തിയാക്കി ഡൽഹിയിലെ കരോൾബാഗിലെ ഗംഗാറാം ഹോസ്പിറ്റലിൽ 5 വർഷം ജോലി ചെയ്തതിനു ശേഷമാണ് സിസ്റ്റർ ഷിനി സന്യാസ ജീവിതം തെരഞ്ഞെടുത്തത്. നഴ്സിംഗ് പഠനത്തിന്റെയും ജോലിയുടെയും നാളുകളിൽ സന്യാസ ജീവിതത്തെക്കുറിച്ച് തനിക്ക് വലിയ വ്യക്തത ഒന്നുമില്ലായിരുന്നുവെന്നും എന്നാൽ നഴ്സായി ജോലി ചെയ്തിരുന്ന നാളുകളിൽ താൻ അനുഭവിച്ച ക്രിസ്തു സ്നേഹം തന്റെ ജീവിതം മാറ്റിമറിച്ചുവെന്നും സിസ്റ്റർ ഷിനി പറയുന്നു. സന്യാസ ജീവിതം ആരംഭിക്കുന്നതിന് മുമ്പ് ബാംഗ്ലൂരിൽ വെച്ച് എൻ്റെ നഴ്സിംഗ് പഠനം പൂർത്തിയാക്കുകയും ഡൽഹി ഗംഗാറാമിൽ 5 വർഷക്കാലം ഞാൻ ജോലി ചെയ്യുകയും ചെയ്തു. ഈ 5 വർഷക്കാലത്തിനിടയിലാണ് ഞാൻ എൻ്റെ ക്രിസ്തുവിനെ അനുഭവിച്ചറിയുകയും അവിടുത്തെ സ്വന്തമായി തീരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തത്. സന്യാസ ജീവിതത്തെക്കുറിച്ച് അത്ര വ്യക്തതയൊന്നും ഇല്ലാതിരുന്ന എനിക്ക് സന്യാസ ജീവിതത്തെക്കുറിച്ച് അറിയാനും അതിനോട് സ്നേഹം തോന്നുവാനും ഇടയാക്കിയ ഒരു കാലഘട്ടമായിരുന്നു ഇത്. ജീവിതം ആസ്വദിക്കുക എന്ന ഒരു ചിന്താഗതിയിൽ എൻ്റെ ജീവിതത്തെ ഞാൻ ക്രമപ്പെടുത്തിയിരുന്നു. അതിൽ കൂദാശ ജീവിതത്തിന് വലിയ പ്രാധാന്യമൊന്നും ഞാൻ നൽകിയിരുന്നില്ല. എന്നാൽ ഞാൻ ആഗ്രഹിച്ചിരുന്ന യഥാർത്ഥമായ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന വിധത്തിൽ എന്നിൽ നിറയ്ക്കാനാവുക ദൈവത്തിനാണെന്നും ഞാൻ നല്ലതെന്ന് കരുതിയിരുന്നവയെല്ലാം നൈമിഷികമായ സുഖ സൗകര്യങ്ങളും സന്തോഷങ്ങളും മാത്രം നൽകുന്നവയാണെന്നും ഞാൻ തിരിച്ചറിഞ്ഞു. ഈ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ പഠിച്ചറിഞ്ഞ ദൈവത്തെ ഞാൻ കൂടുതലായി അനുഭവിച്ചറിയുവാനും അത് എന്നിലൊരു ബോധ്യമായി നിറയുവാനും ഇടയായത്. ഇത് എന്നെ ക്രമേണ കൂദാശ ജീവിതത്തിലേക്ക്, നന്മയിലേക്ക്, അതുവഴി സന്യാസ ജീവിതത്തിലേക്ക് നയിക്കുകയാണ് ഉണ്ടായത്. മനോഹരമായ ഈ ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് ശേഷമാണ് യഥാർത്ഥമായ സ്വാതന്ത്ര്യം ഹൃദയത്തിലാണെന്നും സന്യാസ നിയമങ്ങളും ക്രിസ്തുവിൻ്റെ വചന അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നതിലൂടെയും എനിക്ക് കൂടുതൽ മനുഷ്യരിലേക്കും ദൈവത്തിലേക്കും അടുക്കാൻ സാധിക്കും എന്നും എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത്. സന്യാസ ജീവിതത്തെക്കുറിച്ചുള്ള തന്റെ ആഗ്രഹം മാതാപിതാക്കളെ അറിയിച്ചപ്പോൾ ആദ്യം അവർ സമ്മതിച്ചിരുന്നില്ലെങ്കിലും പിന്നീട് ദൈവഹിതം മനസ്സിലാക്കി പ്രാർത്ഥനയോടെ കൂടെ നിന്നുവെന്നും സിസ്റ്റർ ഷിനി വ്യക്തമാക്കുന്നു. സന്യാസ ജീവിതത്തോടുള്ള എൻ്റെ താല്പര്യം അറിയിച്ചപ്പോൾ മാതാപിതാക്കൾ ആദ്യമൊക്കെ അത് എതിർത്തെങ്കിലും പിന്നീട് എൻ്റെ താല്പര്യത്തോട് ദൈവഹിതത്തോട് അവർ സമ്മതം മൂളി. ഇന്ന് അവരാണ് എൻ്റെ ശക്തിയും കരുത്തും. അവരുടെ പ്രാർത്ഥനയാണ് സന്യാസ ജീവിതത്തിൽ കൂടുതൽ സന്തോഷകരമായി മുന്നോട്ട് പോകുവാൻ എന്നെ സഹായിക്കുന്നതും. മാതാപിതാക്കളോടൊപ്പം തന്നെ സഹോദരിയും കുടുംബവും ഇന്ന് എൻ്റെ സന്യാസ ജീവിതത്തിൽ ഏറെ ശക്തിയും കരുത്തുമായി എന്നോടൊപ്പമുണ്ട് എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഞാൻ പഠിച്ചറിഞ്ഞ നഴ്സിംഗ് കൂടുതൽ ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിച്ചത് ഞാൻ ഈ സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിച്ചതിന് ശേഷമാണ്. കാരണം തെരുവീതികളിൽ ആരുമില്ലാതെ കഴിഞ്ഞിരുന്ന അനാഥരെ ശുശ്രൂഷിക്കുവാൻ അവസരം ലഭിച്ചതും എനിക്ക് ഈ സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിച്ചതിന് ശേഷമാണ്. അവരുടെ അഴുകിയ ശരീരത്തിൽ നിന്നും വ്രണങ്ങൾ തുടയ്ക്കുമ്പോൾ ഞാൻ അവിടെ ക്രിസ്തുവിനെ കാണുകയും ക്രിസ്തുവിൻ്റെ സ്നേഹം അനുഭവിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോടൊപ്പം ഞാൻ കമ്മ്യൂണിറ്റിയിലായിരിക്കുമ്പോൾ ഫ്രാൻസിസ്കൻ സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മാധുര്യം അനുഭവിച്ചുകൊണ്ട് എനിക്ക് ജീവിക്കാൻ കഴിയുന്നു എന്നത് തന്നെ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമായി ഞാൻ കരുതുകയാണ്. തെരുവീതികളിലൂടെ ആരുമില്ലാതെ അലയുന്ന അനാഥരെ ശുശ്രൂഷിക്കുകയും അവർക്ക് എല്ലാമായി മാറുകയാണ് ഈ യുവ സന്യാസിനി. കർണാടകയിലുള്ള ഫ്രാൻസിസ്കൻ സന്യാസിനി സമൂഹത്തിന്റെ ഓൾഡേജ് ഹോമിൽ ശുശ്രൂഷ ചെയ്തു വരികയാണ് സിസ്റ്റർ ഷിനി ഇപ്പോൾ. തലശ്ശേരി ചൂണ്ടപ്പറമ്പ തേരകത്തിനാടിയിൽ ജോൺ വത്സ ദമ്പതികളുടെ മകളാണ് സിസ്റ്റർ ഷിനി.